നമ്മളെപ്പോഴും കാണുന്ന വാർത്തകളിൽ ചിലത് ഞാൻ നിങ്ങളോട് പറയാം. മികച്ച അഭിനേതാവ്, നന്നായിട്ട് അഭിനയിച്ച ചലച്ചിത്ര നടന്മാർ, സിനിമാ നടന്മാർ അല്ലെങ്കിൽ സിനിമാ നടികളായിട്ടുള്ള ആളുകളെ നമ്മുടെ രാജ്യം ആദരിക്കുന്നു. ചിലർക്ക് പത്മശ്രീ കൊടുക്കുന്നു, പത്മഭൂഷൺ കൊടുക്കുന്നു, പത്മവിഭൂഷൺ കൊടുക്കുന്നു, പല പല അവാർഡുകൾ നൽകി ആദരിക്കുന്നു. അതിലുപരിയായിട്ട് പലർക്കും നല്ല നല്ല സമ്മാനങ്ങൾ, അതായത് നല്ല ക്യാഷ് പ്രൈസൊക്കെ കൊടുത്തിട്ട് ആദരിക്കുകയും അവരെ അഭിമാനത്തിൻ്റെ നെറുകയിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല എഴുത്തുകാർ തീർച്ചയായിട്ടും ആദരിക്കപ്പെടേണ്ടവരാണ്. നല്ല എഴുത്തുകാർക്ക് വളരെ പ്രൗഢഗംഭീരമായുള്ള സദസ്സുകളിൽ വെച്ചിട്ട് വളരെ വിലയേറിയ, വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുന്നു, വലിയ വലിയ ക്യാഷ് അവാർഡുകൾ നൽകുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഓരോന്നിനും എടുത്തു പറയേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കുന്ന ആളുകളാണ് ഈ എഴുത്തുകാരെന്നുള്ള ആളുകൾ. പിന്നെ മികച്ച ബിസിനസ് മേഖലയിൽ നന്നായിട്ട് ശോഭിക്കുന്ന ആളുകൾ, അല്ലേ? നമ്മൾ മികച്ച മേഖലയിൽ ശോഭിക്കുന്ന ആളുകളെ അവരെയും രാഷ്ട്രം ആദരിക്കാറുണ്ട്. നമ്മളുടെ എല്ലാ പൊതുസമൂഹത്തിലൊക്കെ അവർക്ക് വലിയ മാന്യതയുണ്ട്. അവർക്ക് മികച്ച ഈ സംരംഭകർക്കാണെന്നുണ്ടെങ്കിലും മികച്ച ബിസിനസ്സുകാരെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവുമൊക്കെ നന്നായിട്ട് ആദരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏത് മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും എല്ലാ മേഖലകളിലുള്ള ആളുകളെയും നമ്മളുടെ ആളുകൾ, നമ്മൾ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്രദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് അവരെ ആദരിക്കാറുണ്ട്, അവരെ വാനോളം പുകഴ്ത്താറുണ്ട്, അവർക്ക് വേണ്ടത് എല്ലാം ചെയ്യാറുണ്ട്. അവർക്ക് കോടിക്കണക്കിന് രൂപയാണ് ആളുകൾ സമ്മാനമായി നൽകുന്നത്. അല്ലെങ്കിൽ ഈ നമ്മുടെ ഒന്നും വേണ്ട, നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരാണെങ്കിൽ തന്നെയാണെങ്കിലും വ്യക്തിപരമായിട്ട് അവർ ഓരോ വിജയം അവർ കൊയ്യുമ്പോഴും അവർക്ക് ധാരാളം അവാർഡുകളും ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ നൽകാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരശിലകളായിട്ടുള്ള നമ്മുടെ കർഷകരെ എത്രയോ ഓരോ ഗ്രാമത്തുകളിലും ഓരോ വില്ലേജുകളിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളിലും ഓരോ ജില്ലകളിലും എത്ര മികച്ച കർഷകരാണുള്ളത്. ഈ കർഷകരെ ആരും എന്തുകൊണ്ടാണ് ഗൗനിക്കാത്തത്? അവർക്ക് എന്തെങ്കിലും കർഷകശ്രീ പോലെയുള്ള ചെറിയ 1-2 അവാർഡുകൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതല്ല. പക്ഷേ 100-99% ആളുകളെയും അവർ പരിഗണിക്കാറില്ല, ആരെയും ഗൗനിക്കാറ് പോലുമില്ല. പട്ടിണി പാവങ്ങളാണ്. നമ്മൾ പ്രാവശ്യം കൃഷി ഇറക്കും, ചിലപ്പോൾ കൊടിയ വേനലെല്ലാം നശിച്ചു പോകും, വലിയ കാറ്റ് വന്നെല്ലാം നശിച്ചു പോകും, വലിയ മഴക്കാലം വന്നെല്ലാം നശിച്ചു പോകും. വീണ്ടും അവരുടെ ആ ഊർജ്ജസ്വലത കൈവിടാതെ വീണ്ടും അവർ കൃഷിയിലേക്ക് ഇറങ്ങുകയും വീണ്ടും കൃഷി ചെയ്യുകയും നഷ്ടപ്പെട്ട കണക്കുകൾ നികത്തി കരഞ്ഞുകൊണ്ടിരിക്കാതെ വീണ്ടും അങ്ങനെ ചെയ്യും. ഒട്ടും ഗതികേടിലാകുമ്പോഴത്തേനും ഒരു നിർവാഹവും ഇല്ലാത്തപ്പോഴാണ് അവർ ആത്മഹത്യയുടെ ആ സമയത്തിലേക്ക് അതിലേക്ക് അവർ പോകുന്നത്. ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവരുടെ കാര്യങ്ങളൊന്നും എടുത്തു പറയേണ്ട ഒരു പഞ്ചായത്ത് അധികൃതർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? ആരും, ഒരു യൂട്യൂബർ ആകട്ടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉള്ള ആളുകളാകട്ടെ, ഏത് മേഖലകളിലുള്ളവരാണെങ്കിലും ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ഇവരെ ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക, അവരുടെ പ്രശ്നങ്ങളെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു സമ്മാനം കൊടുക്കുക.